മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപിജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി കുഞ്ച വിഹാരി ഹരി കൃഷ്ണ 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 ഹരി 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 രാമ 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 ഹരി 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 കൃഷ്ണ 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 ഹരി 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 രാമ 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 ഹരി 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 കൃഷ്ണ മാതാജി ഹരി കൃഷ്ണ. നമുക്ക് പൂർണ്ണനന്ദിനി മാതാജിയെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ രാമ രാമ ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ നോക്കാം. മാതാജി മൈക്ക് തുറന്നോളൂ. മാതാജി മൈക്ക് ഓണല്ലോ. ഹരേ കൃഷ്ണ ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തേയം. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനർപ്പിതചരിം ചിരാത് കരുണയാ അവതീർണ കലൗ സമർപ്പയിതും ഉന്നതോജ്ജലരസാം സ്വഭക്തിശ്രിയം ഹരിപുരടസുന്ദര ദ്യുതികദംബ സന്ദീപിത സദാ ഹൃദയകന്ദരേ സ്ഫുരതു വാശചീ നന്ദന. രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനീ ശക്തിരസ്മാത് ഏകാത്മാനോ അപി ഭുവി പുരാ ദേഹഭേദം ഗതൗതോ ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുമോ? ഞാൻ ഹരേ വായിക്കുന്നു. കൃഷ്ണ. ഹരേ കൃഷ്ണ. മദജി വായിച്ചോട്ടെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വൃന്ദാവനത്തിൽ ജീവിക്കുമ്പോൾ അവിടെ അധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. മദനമോഹൻ, ഗോവിന്ദജി, ഗോപിനാഥൻ എന്നിവരുടെ ക്ഷേത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്ന 3 മുഖ്യ ക്ഷേത്രങ്ങൾ. വൃന്ദാവനവാസി എന്ന നിലയിൽ കൃഷ്ണദാസ് കവിരാജൻ ഈ ക്ഷേത്രങ്ങളിലെ മൂർത്തികളെ ആരാധിക്കുകയും ഈശ്വര അനുഗ്രഹത്തിനായി ഇങ്ങനെ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു: ആത്മീയ ജീവിതത്തിലെ എന്റെ പുരോഗതി വളരെ മന്ദഗതിയിലാണ്. അതിനാൽ ഞാൻ അവിടുത്തെ സഹായം ആവശ്യപ്പെടുന്നു. ചൈതന്യ ചരിതാമൃതത്തിന്റെ 15ാമത് ശ്ലോകത്തിൽ കൃഷ്ണദാസൻ കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിയിൽ നമ്മെ സഹായിക്കാൻ കഴിവുള്ള മദനമോഹന വിഗ്രഹത്തിന് നമസ്കാരങ്ങൾ അർപ്പിച്ചു. കൃഷ്ണാവബോധത്തിന്റെ നിർവഹണത്തിൽ നമ്മുടെ പ്രഥമ കാര്യം കൃഷ്ണനെയും അവിടുന്നുമായുള്ള നമ്മുടെ ബന്ധത്തെയും അറിയുകയാണ്. കൃഷ്ണനെ അറിയുക എന്നാൽ നമ്മെ സ്വയം അറിയുകയെന്നും, നമ്മെ സ്വയം അറിയുക എന്നാൽ കൃഷ്ണനുമായുള്ള നമ്മുടെ ആത്മബന്ധം അറിയുകയെന്നുമാണ് സാരം. ഈ ബന്ധം മദനമോഹന വിഗ്രഹത്തിന്റെ ആരാധനയിലൂടെ പഠിക്കാൻ കഴിയുമെന്നതിനാൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ആദ്യം അവിടുന്നുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ആരാണ്? ഗോലോകത്തിലെ കസ്തൂരി മഞ്ചരി അല്ലെ? ആ കസ്തൂരി മഞ്ചരിയായിട്ടുള്ള കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ബുദ്ധി വളരെ മന്ദഗതിയിലാണ്, ഞാൻ മന്ദബുദ്ധിയാണ്, ആത്മീയമായിട്ട് എനിക്ക് പുരോഗതി ഇല്ല, അതുകൊണ്ട് ഞാൻ അവിടുത്തെ സഹായം ആവശ്യപ്പെടുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ഈ ചൈതന്യ ചരിതാമൃതം എഴുതാൻ ഇടയായതെന്ന്. ഞാൻ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞു. 90 വയസ്സ് കഴിഞ്ഞ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്. അത് വൃന്ദാവനത്തിൽ അന്നുണ്ടായിരുന്ന ആ ഭക്തരുടെ അപേക്ഷ പ്രകാരം. കാരണം ഇതിങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചില്ല എങ്കിൽ നമുക്ക് മഹാപ്രഭുവിനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടില്ലായിരുന്നു. അപ്പൊ കലിയുഗത്തിലെ ഇനി വരുന്ന പതിതാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഈ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയായിരുന്നു. ഈ വയസ്സുകാലം അദ്ദേഹത്തിന് കണ്ണു കാണില്ല, കൈവിറയ്ക്കുന്നു, ശരീരമാകെ വേദന, എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഇത്രയൊരു മഹത് ഗ്രന്ഥം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി രചിക്കുന്നത്. എന്നിട്ട് അദ്ദേഹമാണ് പറയുന്നത് എൻ്റെ ബുദ്ധി മന്ദഗതിയിലാണ് പോകുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ വിനയം, ആ ഹ്യൂമിലിറ്റിയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരിത്തിരി കാര്യം മതി, നമ്മൾ വലിയ പൊങ്ങച്ചത്തിൽ കൊണ്ടു നടക്കും ഇല്ലേ? അദ്ദേഹം ഇത്ര മഹാഭക്തനായിട്ടും അദ്ദേഹത്തിൻ്റെ ആ എളിമത്വമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് എഴുതാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോന്നറിയില്ല. ഒരിക്കല് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഭവനത്തില് സങ്കീർത്തനം നടക്കുന്ന സമയത്ത് മീനകേതന രാംദാസ് അവിടെ വന്നു. മീനകേതന രാംദാസ് നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനാണ്. മഹാപ്രഭുവിനോട് അത്ര വലിയ അടുപ്പമില്ല. അതേസമയം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സഹോദരൻ രാമചന്ദ്ര കവിരാജ ആണെങ്കിൽ
മഹാപ്രഭുവിന്റെ ഭക്തനാണ്. നിത്യാനന്ദ പ്രഭുവിനോട് അത്ര വലിയ കോളില്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ മീനകേതന രാംദാസ് അകത്ത് കയറാതെ പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. മുറ്റത്തിരുന്നിട്ട് അവിടെ പൂജ ചെയ്യുന്ന പൂജാരിയും ഇദ്ദേഹത്തെ കണ്ടിട്ട് പൂജ ചെയ്യുന്നത് കൊണ്ടാവാം ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇത് കണ്ടിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിന് സങ്കടമായി. കാരണം ഒരു മഹാഭക്തനാണ്, നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തനാണെങ്കിൽ അദ്ദേഹം മഹാഭക്തനാണ്. അദ്ദേഹം മനസ്സ് വിഷമിച്ചാണ് ഇവിടെ നിന്ന് പോയത്. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സഹോദരനായ രാമചന്ദ്ര കവിരാജയെ ശാസിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും തമ്മിൽ ഒരിക്കലും വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ സംഭവം വളരെയധികം മാനസികമായിട്ട് വിഷമത്തിന് ഇടയാക്കി. പക്ഷെ അന്ന് രാത്രിയിൽ നിത്യാനന്ദ പ്രഭു കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട, നീ ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ. നിന്നെ അവിടെ പോയിട്ട് നിനക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ പുറപ്പെടണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് വരുന്നത്. വൃന്ദാവനത്തിലേക്ക് വന്നു. അവിടെ കുറെ നാൾ അവിടെ താമസിച്ചു. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ശിക്ഷണത്തിലാണ് വൃന്ദാവനത്തില് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി കഴിഞ്ഞത്. അവിടെ വെച്ചിട്ട് ജീവ ഗോസ്വാമിയൊക്കെ കണ്ടുമുട്ടാനിടയായി. അങ്ങനെ അവരിൽ നിന്നൊക്കെ ആത്മീയമായി പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഇടയാവുകയും ചെയ്തു. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വൃന്ദാവനത്തിൽ വസിക്കുന്ന കാലത്തൊന്ന് ഇന്ന് നമ്മൾ കാണുന്ന മാതിരി ക്ഷേത്രങ്ങളില്ല. ഗോസ്വാമിമാരുടെ ക്ഷേത്രങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം മദനമോഹനൻ, ഗോവിന്ദദേവ്ജി, പിന്നെ ഗോപിനാഥ്, ഈ 3 ക്ഷേത്രങ്ങളാണ്. വൃന്ദാവനവാസി എന്ന നിലയിൽ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ദിവസവും ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയി ആരാധന നടത്തുകയും തൻ്റെ ഭക്തിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആത്മീയ ജീവിതത്തിലെ എൻ്റെ പുരോഗതി വളരെ മന്ദഗതിയിലാണ്, അതിനാൽ ഞാൻ അവിടുത്തെ സഹായം ആവശ്യപ്പെടുന്നു. ഇത് ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകത്തില് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ജയതാം സുരതോ പങ്കോർ മമ മന്ദമതേർഗതി മത്സർവസ്വ പദാംഭോജോ രാധാ മദനമോഹനോ. പരമകാരുണികരായ രാധയ്ക്കും മദനമോഹനനും എല്ലാ സ്തുതികളും. മുടന്തനും ഞാനൊരു മന്ദമതിയുമാണ്, എങ്കിലും അവർ എൻ്റെ മാർഗദർശികളും അവരുടെ പാതാരവിന്ദങ്ങൾ എനിക്ക് സർവസ്വവുമാണ്. ഇവിടെ മുടന്തൻ എന്ന് വെച്ചാൽ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ കാലിന് മുടന്തുണ്ടെന്നല്ല അർത്ഥം. ആധ്യാത്മികമായിട്ട് എനിക്കൊന്നും അറിയില്ല, ഇത്ര ഭക്തിയുടെ ഉന്നത തലത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, ഞാൻ ഭക്തിമാർഗത്തിൽ ഒട്ടും പുരോഗതി നേടിയിട്ടില്ല, എനിക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്ന്. ഇതാണ് ഒരു ഭക്തന്റെ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവസ്വവും രാധാ മദനമോഹനന്റെ തൃപ്പാദത്തില് അടിയറവ് വെക്കുകയാണ്, എന്നെ ഭക്തിമാർഗത്തില് മുന്നോട്ട് നീങ്ങാൻ അനുവദിച്ചാലും. ഈ മദനമോഹന്റെ അനുവാദം കിട്ടിയിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്. എല്ലാവരും അപേക്ഷിച്ചു, അങ്ങ് മാത്രമാണ് ഈ ഗ്രന്ഥം എഴുതാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി. കാരണം എന്താണ്? രഘുനാഥ് ദാസ ഗോസ്വാമി ആണ് അദ്ദേഹത്തിന്റെ ഗുരു, ആധ്യാത്മിക ഗുരു. ആ രഘുനാഥ് ദാസ ഗോസ്വാമി മഹാപ്രഭുവിനോടൊപ്പം താമസിച്ചിരുന്ന വ്യക്തിയാണ്. മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക്. കൂടാതെ മുരാരി ഗുപ്തയും അതുപോലെ തന്നെ സ്വരൂപ ദാമോദറും ഡയറിയിലെ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കുട്ടിക്കാലം മുതലുള്ള ലീലകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നു. സ്വരൂപ ദാമോദരൻ മഹാപ്രഭുവിന്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അവരിൽ നിന്നും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാന് രഘുനാഥ് ദാസ ഗോസ്വാമിക്ക് കഴിഞ്ഞു. രഘുനാഥ് ദാസ ഗോസ്വാമി അത് അതേപടി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയാണ് എങ്ങനെ നോക്കിയാലും ഈ മഹത്തായിട്ടുള്ള ഗ്രന്ഥം എഴുതാൻ ഏറ്റവും അനുയോജ്യൻ എന്ന് മനസ്സിലാക്കി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം രാജ ഗോസ്വാമിയോട് അപേക്ഷിക്കുകയും അദ്ദേഹം മദനമോഹന്റെ അനുവാദം കിട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് ഇത്രയും വയസ്സായി, എനിക്ക് കൈവറിക്കുന്നു, വേദനയാണ്, ശരീരമാകെ എഴുന്നേറ്റിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഞാൻ ഇത്ര
വയസ്സായിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം, അത് മഹാപ്രഭുവിനെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, എൻ്റെ ഓർമ്മയിൽ ഒന്നും നിൽക്കുന്നില്ല. നമുക്ക് വയസ്സാകും തോറും നമ്മളുടെ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം മദനമോഹന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ മദനമോഹന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. അവിടെ നമസ്കരിച്ച് കിടക്കുന്ന സമയത്ത് മദനമോഹന്റെ കഴുത്തിൽ കിടന്ന മാല ഒരു താഴെ വീണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ കഴുത്തിലേക്ക് വീഴുകയും അപ്പൊ പൂജാരി പറഞ്ഞു, ഇത് അങ്ങേക്ക് അനുവാദം തന്നിരിക്കുന്നു മദനമോഹൻ, അതിന്റെ തെളിവാണ് ഇത്. ഇനി അങ്ങ് ധൈര്യമായിട്ട് ഗ്രന്ഥരചന തുടർന്നുകൊള്ളൂ, ആരംഭിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ മഹത്തായിട്ടുള്ള ഗ്രന്ഥം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എഴുതുന്നത്. ഈ 3 ഡേറ്റ്, അതായത് മദനമോഹൻ, ഗോവിന്ദജി, ഗോപിനാഥ്, ഇത് 3 എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സംബന്ധ, അഭിധേയ, പ്രയോജന ഡേറ്റീസ് ആണ് ഇത് 3. ചൈതന്യ ചരിതാമൃതത്തിന്റെ 15ാമത് ശ്ലോകത്തിൽ കൃഷ്ണദാസൻ കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിയിൽ നമ്മെ സഹായിക്കാൻ കഴിവുള്ള മദനമോഹന വിഗ്രഹത്തിന് നമസ്കാരങ്ങൾ അർപ്പിച്ചു. കാരണം മദനമോഹൻ എന്ന് പറയുന്നത് സംബന്ധ സൂചിപ്പിക്കുന്നതാണ്. സംബന്ധ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. അതായത് ഭക്തിമാർഗത്തിന്റെ ABCD ആണ് മനസ്സിലാക്കുന്നതാണ് സംബന്ധ പറയുന്നത്. ആ സംബന്ധയെ സൂചിപ്പിക്കുന്ന ഡേറ്റിയാണ് മദനമോഹൻ. അതുകൊണ്ടാണ് മദനമോഹന്റെ അടുത്ത് പോയിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇങ്ങനെ പ്രാർത്ഥിച്ചത്. കൃഷ്ണാവബോധത്തിന്റെ നിർവഹണത്തിന് നമ്മുടെ പ്രഥമ കാര്യം എന്താണ്? നമ്മൾ ആരാണെന്നറിയുക, ഭഗവാൻ ആരാണെന്ന് അറിയുക. നമ്മെ സ്വയം അറിയുക എന്ന് പറഞ്ഞാല് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം? നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രാധ മദനമോഹനെ ആരാധിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ആദ്യം മദനമോഹൻ ടെമ്പിളിൽ പോയിട്ട് മദനമോഹന്റെ അനുവാദം തേടിയത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഈ സംബന്ധം സ്ഥാപിതമാകുമ്പോൾ 16ാം ശ്ലോകത്തിൽ കൃഷ്ണദാസൻ അഭിധേയമൂർത്തിയായ ഗോവിന്ദന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാധയെയും കൃഷ്ണനെയും എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് ഗോവിന്ദ വിഗ്രഹം നമുക്ക് കാണിച്ചു തരുന്നതിനാൽ അവിടുന്ന് അഭിധേയ മൂർത്തി എന്ന് വിളിക്കപ്പെടുന്നു. മദനമോഹന മൂർത്തി, ഞാൻ അവിടുത്തെ ശ്വാസ സേവകനാണ് എന്ന തത്വം നമുക്കുള്ളിൽ സ്ഥാപിതമാണ്. എന്നാൽ ഗോവിന്ദമൂർത്തിയാകട്ടെ നമ്മെ യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് മാതാജി, തത്വം നമുക്ക് സ്ഥാപിക്കുന്നത്. എന്നാൽ ഗോവിന്ദമൂർത്തിയാകട്ടെ നമ്മെ യഥാർത്ഥത്തിൽ സേവന പ്രവർത്തനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഗോവിന്ദൻ വൃന്ദാവനത്തിൽ ശാശ്വതമായി വസിക്കുന്നു. വൃന്ദാവനത്തിലെ ആധ്യാത്മിക ലോകത്തിൽ മന്ദിരങ്ങൾ ചിന്താമണി രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഗോക്കൾ സമൃദ്ധമായി പാൽ നൽകുന്നു. സുരഭി പശുക്കളെന്നും വൃക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു ഫലവും നൽകുന്ന കൽപ്പവൃക്ഷങ്ങളെന്നും അറിയപ്പെടുന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണൻ സുരഭി പശുക്കളെ മേയിക്കുന്നു. അവിടുന്ന് ഭാഗ്യദേവതകളായ നൂറായിരക്കണക്കിന് ഗോപികമാരിൽ ആരാധിക്കപ്പെടുന്നു. കൃഷ്ണൻ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ ഈ വൃന്ദാവനവും അവിടുത്തോടൊപ്പം ഇറങ്ങി വരുന്നു. ഒരു വിശിഷ്ട വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സഹചര്യ വൃന്ദം അകമ്പടി സേവിക്കുന്നത് പോലെ കൃഷ്ണൻ വരുമ്പോൾ അവിടുത്തെ ധാമവും കൂടെ വരുന്നതിനാൽ വൃന്ദാവനം ഭൗതിക ലോകത്തിന് അതീതമായി പരിഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭക്തന്മാർ ഭാരതത്തിലെ വൃന്ദാവനത്തെ അഭയം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ആദിമ വൃന്ദാവനത്തിന്റെ ഒരു പകർപ്പാണെന്ന് കരുതപ്പെടുന്നു. അവിടെ ഇപ്പോൾ കൽപ്പവൃക്ഷങ്ങൾ ഇല്ലെന്ന് ഒരുവൻ ആവലാതിപ്പെട്ടേക്കാമെങ്കിലും അവിടെ ഗോസ്വാമിമാർ ഉണ്ടായിരുന്നപ്പോൾ കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒരവന് വെറുതെ അത്തരം ഒരു വൃക്ഷത്തിൽ സമീപിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കാമെന്ന് കരുതേണ്ട. അതിന് ഒരവൻ ആദ്യം ഭക്തനാകണം. ഗോസ്വാമിമാർ ഇത്തരം വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു രാത്രി മാത്രം താമസിക്കുമ്പോൾ വൃക്ഷം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുമായിരുന്നു. സാധാരണ മനുഷ്യന് ഇവയെല്ലാം വളരെ അത്ഭുതകരമായി തോന്നിയേക്കാം. പക്ഷെ ഒരവൻ ഭക്തിയുത സേവനത്തിൽ പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് ഇവയെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇപ്പം നമ്മൾ മദനമോഹന്റെ കാര്യം പറഞ്ഞു. മദനമോഹൻ സംബന്ധ, അതായത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഡേറ്റിയാണ്. അപ്പം നമ്മൾ ഈ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദാസൻ അടുത്തത് എന്താണ്? സംബന്ധ കഴിഞ്ഞാൽ പിന്നെ അഭിധേയ. അഭിധേയ പറഞ്ഞാൽ എന്താണ്? ഈ ബന്ധം നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ പറ്റും, അത് പഠിപ്പിക്കുന്ന ഡേറ്റ് ആണ് ഏത്? അഭിധേയ ഡേറ്റ്. അതായത് രാധാ ഗോവിന്ദ ദേവ്ജി. ഗോവിന്ദ ദേവ്ജിയാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ, അതായത് നമ്മൾ ഭഗവാന്റെ നിത്യസേവകരാണ് എന്നുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭക്തിയുടെ സേവനം ചെയ്തും ശാസ്ത്രങ്ങൾ പഠിച്ചും ഒക്കെ നമ്മൾ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഡേറ്റിയാണ് രാധാ ഗോവിന്ദ ദേവ്ജി. അപ്പം അടുത്തത് മദനമോഹന്റെ കഴിഞ്ഞിട്ട് അടുത്തത് ആർക്കാണ് പ്രണാമം അർപ്പിച്ചത്? രാധാ ഗോവിന്ദ ദേവ്ജിക്കാണ് പ്രണാമം അർപ്പിക്കുന്നത്. അത് 16ാമത്തെ ശ്ലോകത്തിലാണ് അതേക്കുറിച്ച് പറയുന്നത്. ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുമാഥ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദ ദേവോ ശ്രേഷ്ഠാലേഭിർസേവ്യമാനോ സ്മരാമി. അതായത് വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷത്തിൻ ചുവട്ടിലുള്ള രത്നനിബിഡമായ ക്ഷേത്രത്തിലെ തേജോമയമായ സിംഹാസനത്തിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത സഹചാരികളാൽ സേവിതരായി ശ്രീ ശ്രീ രാധാ ഗോവിന്ദന്മാർ വിരാജിക്കുന്നു. അവർക്ക് എൻ്റെ സാദര നമസ്കാരങ്ങൾ എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു, ആദ്യം മുതലേ നമ്മൾ കണ്ടു, തൻ്റെ ഗുരുവിന് മാത്രമല്ല ഗുരു പരമ്പരയ്ക്കു തന്നെ പ്രണാമം അർപ്പിച്ചു, ഇല്ലേ? പിന്നീട് പടിപടിയായിട്ട് ഓരോരുത്തർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് മദനമോഹനിലേക്ക് വന്നു. പിന്നെ അടുത്തത് അഭിധേയ ഡേറ്റിയായ ഗോവിന്ദ ദേവ്ജിയിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയാണ് രാധാകൃഷ്ണന്മാരെ സേവിക്കേണ്ടത് എന്നാണ് ഗോവിന്ദ ദേവ്ജി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അഭിധേയ എന്ന് വിളിക്കുന്നത്. അഭിധേയ മൂർത്തിയായിട്ട് ഗോവിന്ദ ദേവ്ജിയെ കണക്കാക്കുന്നത്. മദനമോഹനമൂർത്തി നമ്മൾ ഭഗവാന്റെ സേവകരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗോവിന്ദമൂർത്തി എന്താ ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് ഭഗവാന്റെ സേവകരാകാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് ഭക്തിമാർഗത്തിൽ എങ്ങനെ നമ്മൾക്ക് മുന്നോട്ട് പോകാമെന്ന് ഗോവിന്ദ ദേവ്ജി നമ്മളെ പഠിപ്പിക്കുന്നു. ഗോവിന്ദ ദേവ്ജി വൃന്ദാവനത്തില് എന്നേക്കുമായിട്ട് അവിടെ വസിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം നമുക്ക് യഥാർത്ഥ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റില്ല. അത് ജയ്പൂരിൽ പോയെങ്കിലേ ഗോവിന്ദ ദേവ്ജിയുടെ യഥാർത്ഥ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ 3 വിഗ്രഹങ്ങളും. ഇപ്പൊ ഈ 3 വിഗ്രഹങ്ങളുടെയും ഒറിജിനൽ ഡേറ്റ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ജയ്പൂരിൽ പോകണം. പക്ഷേ എങ്കിലും വൃന്ദാവനത്തിൽ എന്നും ഗോവിന്ദ ദേവ്ജിയുടെ സാന്നിധ്യമുണ്ട്. ആ ഗോവിന്ദ ദേവ്ജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചിത്രം. ഒരു പശുവുണ്ട്, പശുവിന്റെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പശു, രാധാകൃഷ്ണന്മാര് ആ പശുവിനോട് ചേർന്ന് ഇരിക്കുന്നതായിട്ട് ഒരു ഫോട്ടോ നമ്മളുടെ പഴയ ഭഗവത് ദർശന മാസികയിലെ പണ്ടുള്ള ആ മാസികയുടെ ഫ്രണ്ട് പേജിലെ പടം ഇതായിരുന്നു. ഗോവിന്ദ ദേവ്ജിയുടെ ചിത്രമായിരുന്നു. ഗോവിന്ദ ദേവ്ജി ഇന്നും വൃന്ദാവനത്തില് എന്നും ശാശ്വതമായിട്ട് വസിക്കുന്നുണ്ട്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആധ്യാത്മിക ലോകം തന്നെയാണ്. ഈ ഭൗമ വൃന്ദാവനവും ആധ്യാത്മിക ലോകമാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് ശരിയായിട്ടുള്ള വൃന്ദാവനം നമുക്ക് നമ്മളുടെ കണ്ണിൽ പെടുന്നില്ല? എന്തുകൊണ്ടാണ്? നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടില്ല, നമുക്കതിനുള്ള യോഗ്യതയായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. പക്ഷെ നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ തലത്തിൽ എങ്ങനെ എത്താൻ സാധിക്കും? നമ്മളുടെ സാധന ശക്തമാക്കി നമ്മളുടെ ഉള്ള ശുദ്ധമാവണം. നമ്മളുടെ ഹൃദയം ശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നടക്കുന്ന ഓരോ ലീലകളും അവിടുത്തെ വൃക്ഷങ്ങളുടെ ശരിയായിട്ടുള്ള സ്വരൂപങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആധ്യാത്മിക ലോകത്തിലെ മന്ദിരങ്ങളെല്ലാം സാധാരണ കല്ലും മണ്ണും സിമെന്റും കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. എല്ലാം പിന്നെ എങ്ങനെയാണ്? ചിന്താമണി രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ഇല്ലേ? ചിന്താമണി പ്രകര സത്മസ് കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആ ശ്ലോകത്തിന്റെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ആ ചിന്താമണി ഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ചിന്താമണി കല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. എന്താണ് ചിന്താമണി കല്ലിന്റെ പ്രത്യേകത? നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തരും നമുക്ക്. അതുപോലെ തന്നെ അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ കൽപ്പവൃക്ഷങ്ങളാണ്. എന്താഗ്രഹിച്ചാൽ ഉടനടി ആ വൃക്ഷം അത് നമുക്ക് തരും. പക്ഷെ ഇന്ന് വൃന്ദാവനത്തിൽ ചെന്നാൽ അവിടെയുള്ള മരങ്ങൾ നമുക്ക് കൽപ്പവൃക്ഷമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല, സാധാരണ മരമായിട്ട് നമുക്ക് തോന്നിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയ്ക്ക് ഭക്തിയുടെ തലത്തിൽ നമ്മൾ അത്രയ്ക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കെട്ടിടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ സാധാരണ പോലെ നമുക്ക് തോന്നിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള പശുക്കളും വെറും പശുക്കളല്ല, സുരഭി പശുക്കളാണ്. അവ സമൃദ്ധമായിട്ടാണ് പാല് തരുന്നത്. അവിടെയുള്ള നദികൾ പോലും പാൽ അവിടെ നദികളിലുള്ള ആ വെള്ളത്തിന് പകരം പാലാണ് ഒഴുകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പഴങ്ങളുടെ ജ്യൂസ് ഇതൊക്കെയാണ് അവിടെയുള്ള നദികളിൽ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോടിക്കണക്കിന് ഭാഗ്യദേവതകളാണ് ഭഗവാനെ സേവിക്കാൻ തയ്യാറായിട്ട് അവിടെ ഉള്ളത്. അപ്പം ഈ ഭൂമിയിലേക്ക് ഭഗവാൻ വരുമ്പോഴും ഇവയെല്ലാം കൊണ്ടാണ് വരുന്നത്. നിത്യപാർശ്വതരായിട്ടുള്ളവരും അവിടെയുള്ള യമുന നദി, ഗോവർദ്ധനം, വൃന്ദാവനം ഇതെല്ലാം കൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെയുള്ള വൃന്ദാവനവും, അതായത് ഭൗമ വൃന്ദാവനം, നമ്മൾ സാധാരണ നമ്മുടേതുപോലുള്ള ഒരു സ്ഥലമായിട്ട് കണക്കാക്കരുത്. അതും ആധ്യാത്മിക ലോകം തന്നെയാണ്. ഇന്നും അതിൻ്റെ മഹത്വം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു എനർജി അല്ല നമുക്ക് വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുക. നമ്മൾ പോസിറ്റീവ് എനർജി പറയുന്ന ശരിക്കും പോസിറ്റീവ് എനർജി നമുക്ക് വൃന്ദാവനം, മായാപൂരൊക്കെ പോകുമ്പോൾ നമുക്ക് നേരിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്തി മാർഗത്തിൽ നമ്മൾ ആ സാധന നമുക്ക് ചിട്ടയോടെ, നിഷ്ഠയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ വൃന്ദാവനത്തിന്റെ ആ എനർജി നമുക്ക് അനുഭവിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ ഗോലോക വൃന്ദാവനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഗോലോക വൃന്ദാവനം മാത്രമല്ല, നമ്മുടെ ഭൂമിയിലുള്ള ഭൗമ വൃന്ദാവനവും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു വിശിഷ്ട വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സഹചാര വൃന്ദം അകമ്പടി സേവിക്കുന്നത് പോലെ കൃഷ്ണൻ വരുമ്പോൾ അവിടുത്തെ ധാമവും കൂടെ വരുന്നതിനാൽ വൃന്ദാവനം ഭൗതിക ലോകത്തിന് അതീതമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഭഗവാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. ഭഗവാന്റെ കൂടെ ഭഗവാന്റെ നിത്യ പാർശ്വതരുണ്ട്. കാരണം എന്താണ്? ഇവിടെ വന്ന് ഭഗവാനെ ലീലകൾ നടത്തണമെങ്കിൽ നമ്മളെ പോലുള്ള പതിതാത്മാക്കളെ സാധിക്കില്ല. അപ്പൊ ഭഗവാനോടൊപ്പം നിൽക്കുന്നവർ തന്നെ വേണം ഭഗവാന് സേവനം ചെയ്യാനും. അതിനൊന്നുള്ള യോഗ്യത നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്കില്ല. അതിനുവേണ്ടി ഭഗവാൻ തൻ്റെ നിത്യ പാർശ്വതരെയും കൂട്ടിയാണ് ഇവിടെ വരുന്നത്. എന്നിട്ടാണ് ഭഗവാൻ ലീലകൾ നടത്തുന്നത്. അപ്പം ആ വൃന്ദാവനം നമ്മുടെ ഒരു ഭൗതിക ലോകത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും അത് കണക്കാക്കാൻ പാടില്ല. ആ വൃന്ദാവനത്തിന്റെ പരിശുദ്ധി എന്നും നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്തർ ഭാരതത്തിലെ വൃന്ദാവനത്തെ അഭയം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആദിമ വൃന്ദാവനത്തിന്റെ ഒരു പകർപ്പാണെന്ന് കരുതപ്പെടുന്നു. അവിടെ ഇപ്പോൾ കൽപ്പവൃക്ഷങ്ങളില്ലെന്ന് ഒരുവൻ ആവലാതിപ്പെട്ടേക്കാമെങ്കിലും അവിടെ ഗോസ്വാമിമാർ ഉണ്ടായിരുന്നപ്പോൾ കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഷഡ്ഗോസ്വാമി അഷ്ടകത്തില് നമ്മൾ പഠിച്ചതാണ്. അവിടുത്തെ വൃക്ഷങ്ങളെല്ലാം കൽപ്പവൃക്ഷങ്ങളാണ്. അതുപോലെ തന്നെ അവയുടെ വേരുകളിലെ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് എന്ന്. ഇന്നിപ്പം അവിടെയുള്ള വൃക്ഷങ്ങളുണ്ടെങ്കിലും അത് കൽപ്പവൃക്ഷങ്ങളാണെങ്കിലും നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അതിനെ കാണാനോ നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷമോ നമുക്കില്ല. ഗോസ്വാമിമാരുടെ കാലത്ത് കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം എന്താ? അവര് ശുദ്ധഭക്തരാണ്, ഭഗവാന്റെ നിത്യപാർശ്വതരാണ് ഇവിടെ ഭൗതിക ലോകത്തിലെ ഗോസ്വാമിമാരായിട്ട് വന്ന് ജനിച്ചത്. അപ്പൊ അവര് എവിടെ ജനിച്ചാലും ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലെ അതേ സ്വരൂപം തന്നെയാണ്. അവർ ഭക്തിയുടെ തലത്തിൽ വളരെയധികം മുന്നേറിയിരുന്നതിനാൽ അവർക്കതെല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ അന്ന് കഥ പറഞ്ഞതാണ്, 2-3 കഥകൾ പറഞ്ഞു. രൂപ ഗോസ്വാമിക്ക് തൻ്റെ ഭഗവാന്റെ ലീലകൾ ദർശിക്കാൻ കഴിഞ്ഞതും ആ ലീല എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് കൽപ്പവൃക്ഷങ്ങളൊന്നും അവിടെ കാണാനില്ല. ഇവര് ഓരോ ദിവസവും ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് കഴിച്ചു കൂട്ടിയിരുന്നത്. ഒരു ദിവസം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നാൽ അടുത്ത ദിവസം അവിടെ ഇരിക്കില്ല. കാരണം എന്താണ്? അവർ പറയുന്നു പിന്നെയും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തിനോട് പ്രത്യേക അറ്റാച്ച്മെന്റ് വരും. അത് പാടില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അവർ വേറൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കും.
അപ്പൊ അത്രയ്ക്ക് വിദഗ്ധരായിരുന്നു അവര്, ആ ഗോസ്വാമിമാര് 6 പേരും. ഒരുവന് വെറുതെ അത്തരം ഒരു വൃക്ഷത്തെ സമീപിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കാമെന്ന് കരുതേണ്ട. പക്ഷെ അതുപോലെ നമുക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ വൃക്ഷത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഭക്തിയിൽ അത്രയ്ക്ക് ഉന്നത തലത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ ഭക്തി മാർഗത്തിൽ ഇപ്പൊ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗോസ്വാമിമാർ ഇത്തരം വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു രാത്രി മാത്രം താമസിക്കുമ്പോൾ വൃക്ഷം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുമായിരുന്നു. സാധാരണ മനുഷ്യൻ ഇവയെല്ലാം വളരെ അത്ഭുതകരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒരുവൻ ഭക്തിയുടെ സേവനത്തിൽ പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ചിട്ട് ഇവയെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിക്കാം, കൽപ്പവൃക്ഷം ഇവിടെയോ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അതൊക്കെ വെറും വൃക്ഷങ്ങൾ മാത്രമാണ്, എന്തുകൊണ്ട് നമുക്കിതൊന്നും സാധിക്കുന്നില്ല, നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? പക്ഷേ ഇത് അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മളും ഗോസ്വാമിമാരുടെ തലത്തിൽ എത്തണം. അതിന് നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഭക്തിമാർഗത്തിൽ എത്രയോ നമ്മൾ മുന്നോട്ട് പോകാനിരിക്കുന്നു. ആ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവയുടെ ശരിയായ സ്വരൂപം മനസ്സിലാക്കാനും നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ കൽപ്പവൃക്ഷങ്ങൾ നമ്മളെ സഹായിക്കുള്ളൂ. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ആ വൃന്ദാവനത്തിന്റെ ശരിയായിട്ടുള്ള സ്വരൂപം കാണാനും മനസ്സിലാക്കാനും, അവിടെ ഇന്നും ലീലകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ കഴിയാത്തത് നമ്മൾ അയോഗ്യരാണ്. നമുക്കതിനുള്ള യോഗ്യത എത്തിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. സമയം കളയരുത്, ആരെങ്കിലും വായിക്കുക, വേഗം വേഗം വായിക്കൂ. ഹരേ കൃഷ്ണ. ഭൗതിക ആസ്വാദനത്തിൽ നിന്ന് സന്തോഷം നേടാനുള്ള ശ്രമം അവസാനിപ്പിച്ച വ്യക്തികൾക്കാണ് വൃന്ദാവനം അതിന്റെ യഥാരൂപത്തിൽ അനുഭവവേദ്യമാകുക. എനിക്ക് വൃന്ദാവനം കാണാൻ കഴിയും വിധം ഭൗതിക ആസ്വാദനത്തിനുള്ള ആ പാരഗ്രാഫ് അല്ല പ്രഭു, അത് കഴിഞ്ഞു പോണം. കാണാൻ കഴിയും വിധം ഭൗതിക ആസ്വാദനത്തിനുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സെന്ന് ശുദ്ധമാകും. ഒരു മഹാഭക്തൻ ചോദിക്കുന്നു, നാം കൂടുതൽ കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അത് തന്നെ ആധ്യാത്മികമായി വെളിപ്പെടും. അപ്രകാരം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഭാരതത്തിലെ വൃന്ദാവനത്തെ ആധ്യാത്മിക ആകാശത്തിലെ വൃന്ദാവനത്തോളം തന്നെ ഉത്കൃഷ്ടമായി കണക്കാക്കുകയും ചൈതന്യ ചരിതാമൃതത്തിന്റെ 16-ാം ശ്ലോകത്തിൽ രാധാറാണിയും കൃഷ്ണനും വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ അമൂല്യ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനത്തിൽ വിരാജിക്കുന്നതായി വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. കൃഷ്ണന്റെ പ്രിയപ്പെട്ട ഗോപികമാർ രാധയെയും കൃഷ്ണനെയും ഗാനങ്ങൾ ആലപിച്ചും നൃത്തം ചെയ്തും ഭക്ഷണവും താമ്പൂലവും അർപ്പിച്ചും അവരെ പുഷ്പങ്ങളാൽ അലങ്കരിച്ചും സേവിക്കുന്നു. ഇന്നും ഭാരതത്തിലെ ജനങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഊഞ്ഞാലുകൾ പോലെ ആടുന്ന സിംഹാസനങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ച് ഈ രംഗം പുനഃസൃഷ്ടിക്കാറുണ്ട്. പൊതുവെ ആ സമയത്തെ ജനങ്ങൾ വൃന്ദാവനത്തിലെ വിഗ്രഹങ്ങൾക്ക് ആദരങ്ങൾ അർപ്പിക്കാൻ അവിടേക്ക് പോകാറുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം നമ്മളൊക്കെ ഭൗതികമായിട്ടുള്ള ആനന്ദം അന്വേഷിക്കുന്നവരാണ് ഇല്ലേ? അത് വിട്ടിട്ട് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ആനന്ദം സ്വീകരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വൃന്ദാവനം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകം എന്ന് പറയുമ്പോൾ അത് 16-ാമത്തെ ശ്ലോകത്തില്. ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുമാധ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദ ദേവോ ശ്രേഷ്ഠാലേഭിർ സേവ്യമാനോ സ്മരാമി. അപ്പം ആ വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലെ രത്നസിംഹാസനത്തിലാണ് ആരിയ്ക്കുന്നത്? രാധാകൃഷ്ണന്മാര് ഇരിക്കുന്നത്. അവരുടെ ചുറ്റും എന്തു സേവനവും ചെയ്യാൻ തയ്യാറായിട്ട് ആരുണ്ട്? ഗോപികമാരുണ്ട്, അഷ്ടസഖികളുണ്ട്, മഞ്ചരിമാരുണ്ട്. ഇവരെല്ലാം തന്നെ ഭഗവാനെ രാധാകൃഷ്ണന്മാരെ സേവിക്കാൻ തയ്യാറായിട്ട് കാത്തു നിൽക്കുകയാണ്.
അങ്ങനെയുള്ള രാധാകൃഷ്ണന്മാർക്കും അഷ്ടസഖികൾക്കും മഞ്ജരിമാർക്കും ഗോപികമാർക്കും എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ എന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. അപ്പം ഭാരതത്തിലെ വൃന്ദാവനത്തെ വെറും ഒരു വൃന്ദാവനമായിട്ടല്ല കണക്കാക്കേണ്ടതെന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുന്നുണ്ട്. അത് ആധ്യാത്മികമാണ്. ഇന്നും ആ സ്ഥലം ആധ്യാത്മികമാണ്. അവിടുത്തെ ഓരോ മണ്ണിനും അങ്ങേയറ്റം മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ ബ്രഹ്മാവ് പറഞ്ഞത്, ബ്രഹ്മാവിന്റെ സ്തുതിയിൽ പറയുന്നുണ്ട് ബ്രഹ്മാവ്, ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതി വൃന്ദാവനത്തിൽ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. കാരണം അവിടെ ഒരു പുല്ലായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതും മഹാഭാഗ്യമാണ്. അവിടെ ജനിക്കണമെങ്കിൽ എന്ത് വേണം? ജന്മപുണ്യം വേണം, ഭാഗ്യം വേണം. അതുള്ളവർക്ക് മാത്രമേ വൃന്ദാവനത്തില് ജനിക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഭൗമ വൃന്ദാവനത്തെയും ഗോലോക വൃന്ദാവനത്തിനോളം തന്നെ മഹത്വം ഉള്ളതായിട്ട് കണക്കാക്കണമെന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് പറയുന്നത്. അപ്പൊ രാധാകൃഷ്ണന്മാര് അങ്ങനെയുള്ള വൃന്ദാവനത്തിൽ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടില് രത്നസിംഹാസനത്തില്, അത് രത്നസിംഹാസനം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സിംഹാസനത്തിൽ അവര് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഗോപികമാരാണെങ്കിൽ അവര് പലതരത്തിലുള്ള കീർത്തനങ്ങൾ പാടിയും നൃത്തം ചെയ്തും താമ്പൂലങ്ങൾ അർപ്പിച്ചും ഒക്കെ അവരെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജൂലൻ യാത്ര നടത്താറുണ്ട്. രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങൾ ഊഞ്ഞാലൊക്കെ അലങ്കരിച്ചിട്ട് ഊഞ്ഞാലിരുത്തി നമ്മൾ ആട്ടാറുണ്ട് ഇല്ലേ? ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആ ഊഞ്ഞാലൊക്കെ നമ്മൾ അലങ്കരിക്കും. ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അവർക്കുള്ള ഇരിപ്പിടങ്ങളും അലങ്കരിച്ചിട്ട് അതില് രാധാകൃഷ്ണന്മാരുടെ അർച്ചാവിഗ്രഹങ്ങൾ ഇരുത്തി നമ്മളെല്ലാവരും ഊഞ്ഞാലാട്ടാറുണ്ട്. ജൂലൻ യാത്ര ഫെസ്റ്റിവൽ ഇതിനെ അനുസ്മരിക്കുന്നതാണ്. ആ സമയത്തെ ജനങ്ങൾ വൃന്ദാവനത്തിലെ വിഗ്രഹങ്ങൾക്ക് ആദരങ്ങൾ അർപ്പിക്കാൻ അതിന് സാധിക്കുന്നവർ ആ സമയത്ത് വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെയുള്ള വിഗ്രഹങ്ങൾക്ക് ആദരവ് അർപ്പിക്കാറുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ അവസാനമായി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അദ്ദേഹത്തിന്റെ വായനക്കാർക്ക് ഗോപസ്ത്രീകളുടെ നാഥനായ ഗോപിനാഥമൂർത്തിയുടെ നാമധേയത്തിൽ അനുഗ്രഹങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണൻ തന്റെ മുരളികയൂതുമ്പോൾ എല്ലാ ഇടയ പെൺകുടികളും ആ മധുരനാദത്തിൽ ആകൃഷ്ടരായി അവരുടെ ഗൃഹങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ അടുത്തേക്ക് പോവുകയും അവർ വന്നെത്തിയപ്പോൾ അവിടുന്ന് അവരോടൊത്ത് നൃത്തമാടുകയും ചെയ്തിരുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഈ ലീലകളെല്ലാം വിസ്തരിച്ചിട്ടുണ്ട്. ഈ ഗോപികമാരെല്ലാം കൃഷ്ണന്റെ ബാല്യകാല സഖികളായിരുന്നു. ഇവരിൽ ധാരാളം പേർ വിവാഹിതരുമായിരുന്നു. കാരണം ഭാരതത്തിൽ പൊതുവെ പെൺകുട്ടികൾ 12-ാം വയസ്സോടെ വിവാഹിതരാകുമായിരുന്നു. ആൺകുട്ടികൾ 18 വയസ്സിന് മുമ്പ് വിവാഹിതരായിരുന്നില്ല. അതിനാൽ അന്ന് 15-ഓ 16-ഓ വയസ്സായിരുന്നു കൃഷ്ണൻ വിവാഹിതനായിരുന്നില്ല. എന്നിരുന്നാലും ഈ പെൺകുട്ടികളെ അവിടുന്ന് രാസനൃത്തത്തിന് ക്ഷണിച്ചു. എല്ലാ വൃന്ദാവന ലീലകളിലും വെച്ച് ഉത്കൃഷ്ടമായതും ഇതാണ്. അതിനാൽ ഗോപികമാരുടെ പ്രിയപ്പെട്ട യജമാനനായതിനാൽ കൃഷ്ണൻ ഗോപീനാഥൻ എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഗോവിന്ദദേവ്. മദനമോഹൻ കഴിഞ്ഞു. ഗോവിന്ദദേവ് ഇവർക്കൊക്കെ പ്രണാമം അർപ്പിച്ചു. ഇനി അടുത്തത് ആരാണ്? ഗോപീനാഥ്. രാധ ഗോപീനാഥ് വിഗ്രഹമാണ് ഇനി അടുത്തത്. അപ്പൊ അദ്ദേഹം രാധ ഗോപീനാഥിന് പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പൊ സംബന്ധ, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ഇത് മനസ്സിലാക്കി നമ്മൾ ഭക്തിയുടെ സേവനത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രയോജനം കിട്ടുക? നമുക്ക് നമ്മളുടെ സ്വരൂപസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. സ്വരൂപസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നിത്യസേവകരാണ്. നമ്മുടെ മരണശേഷം നമുക്ക് ആ സേവകന്റെ പദവി, ആ സ്വരൂപം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആരെ പ്രാർത്ഥിക്കണം? ഗോപീനാഥനെ പ്രാർത്ഥിക്കണം. അപ്പൊ സംബന്ധ, അഭിധേയ, പ്രയോജന. രാധ മദനമോഹൻ, രാധ ഗോവിന്ദദേവ്, രാധ ഗോപീനാഥ്, ഈ 3 വിഗ്രഹങ്ങൾ. ഇപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അടുത്തതായിട്ട് ഗോപിനാഥമൂർത്തിയുടെ നാമധേയത്തിലെ അനുഗ്രഹങ്ങൾ അർപ്പിക്കുന്നു. ഗോപിനാഥ വിഗ്രഹം എങ്ങനെയാണ്? ഓടക്കുഴലൂതി ഗോപികമാരുടെ ഇടയിൽ നിൽക്കുന്ന രാധാകൃഷ്ണന്മാരാണ് ഗോപിനാഥ വിഗ്രഹം എന്ന് പറയുന്നത്. കൃഷ്ണൻ തന്റെ മുരളി ഊതുമ്പോൾ എല്ലാ ഇടയ പെൺകുടികളും ആ മധുരനാദത്തിൽ ആകൃഷ്ടരായി അവരുടെ ഗൃഹങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ അടുത്തേക്ക് പോവുകയും അവർ വന്നെത്തിയപ്പോൾ അവിടുന്ന് അവരോടൊത്ത് നൃത്തമാടുകയും ചെയ്തിരുന്നു. രാസലീലയുടെ സമയത്ത് എല്ലാവരും വീടുകളിൽ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കറിയാം, കാരണം ഭഗവാൻ ഓടക്കുഴല് ഊതുമ്പോൾ ഓരോരുത്തരുടെയും ചെവിയിൽ അവരവരെ വിളിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ആ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ എല്ലാ ഗോപികമാരും അവരവര് ചെയ്യുന്ന ജോലികളെല്ലാം വിട്ടിട്ട് ഓടുകയായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക്.
ഓടി വന്ന് ഭഗവാനുമായിട്ട് അവര് കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് തങ്ങളെ ഭഗവാൻ വിളിക്കുക, കൃഷ്ണൻ ഞങ്ങളെ എപ്പോഴാണ് വിളിക്കുക, എപ്പോഴാണ് ഞങ്ങളെ സ്വീകരിക്കുക എന്നാണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം അവർക്ക് ഭഗവാനുമായിട്ട് ഒത്തുചേരാനുള്ള സന്ദർഭം കൈവന്നു. അങ്ങനെ അവരെ എല്ലാം വിട്ട്, അത് തന്നെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എല്ലാം കയ്യിലിടേണ്ടത് കാതിലെ തലയിലൊക്കെ ഇട്ടുകൊണ്ടാണ് മാറി മാറി. കാരണം അവർക്ക് അതിനൊന്നും ശ്രദ്ധയില്ല, ചിന്ത മുഴുവൻ ഭഗവാനില്ല, എത്രയും വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവര് ആ തത്രപ്പാടില് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതൊന്നും ശ്രദ്ധിക്കാതെ ഓടി ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ അവര് ഭഗവാനുമായിട്ട് അവിടെ ആനന്ദം നൃത്തം ചെയ്ത് ആനന്ദം അനുഭവിക്കുകയാണ് ചെയ്തത്. ആ രൂപമാണ് ഗോപീനാഥ വിഗ്രഹം എന്ന് പറയുന്നത്. രാധാകൃഷ്ണന്മാരും തൻ്റെ ഭക്തരും കൂടി നിൽക്കുന്ന ഒരു എന്താ പറയുക, ആ ഒരു വിഗ്രഹം, രാധാകൃഷ്ണ വിഗ്രഹം, ചുറ്റും ഗോപികമാർ, അതാണ് രാധാ ഗോപീനാഥ്. തൻ്റെ ഭക്തരുമൊത്ത് ഭഗവാൻ അവിടെ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പം നമ്മളും ആ ഭക്തരിൽ ഒരാളായി തീരണം നമുക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ സാധന ശക്തമാക്കി ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഉള്ള ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമായെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മളുടെ ഹൃദയം ശുദ്ധമായിട്ട് ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വരൂപസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവാന്റെ നിത്യസേവകരെന്നുള്ള പദവി കൈവരിച്ച് നമുക്ക് ഭഗവാന്റെ ധാമത്തിലെ ഇതുപോലെ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാനോടൊപ്പം നമുക്കും ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതിന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൈതന്യ ചരിതാമൃതം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഈ 3 അർച്ചാ വിഗ്രഹങ്ങളുടെ, രാധാ മദന മോഹന്റെയും രാധാ ഗോവിന്ദദേവിന്റെയും രാധാ ഗോപിനാഥ്ജിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഗോപികമാരെല്ലാം ഭഗവാന്റെ ബാല്യകാല സഖികളാണ്. ഇവരില് ധാരാളം പേര് വിവാഹിതരാണ്. ഭഗവാന്റെ അമ്മയുടെ പ്രായമുള്ളവരുണ്ട്, പക്ഷെ ഭക്തിയിലെ പ്രായം നോക്കുന്നില്ല, ഇല്ലേ? പ്രായമുണ്ടോ? ഇല്ല, ഭാവമാണ് അവിടെ നോക്കുക. ആർക്കും ഭഗവാന്റെ ഭക്തനാവാം, ഏത് ഭാവത്തിലും ഭഗവാനെ ആരാധിക്കാം, ഇല്ലേ? മാതൃഭാവത്തിലാവാം, അതുപോലെ തന്നെ വാത്സല്യം, മാതൃഭാവം എന്ന് പറയുമ്പോൾ വാത്സല്യം, തൻ്റെ പുത്രനായിട്ട് കണക്കാക്കാം, ഇല്ലേ? സഹോദരനായിട്ട് കണക്കാക്കാം, സഖാവായിട്ട് കണക്കാക്കാം. അത് തന്നെയല്ല ഗോപികമാരുടെ ഭാവത്തിലാവാം, ഇല്ലേ? ഗോപികമാരുടെ ഭാവം നമ്മൾക്ക് പറ്റില്ല, നമ്മൾ അത്രയൊന്നും തലത്തിൽ നമ്മൾ എത്തില്ല. എത്രയോ ജന്മങ്ങൾ സാധന ചെയ്തിട്ടാണ് ഗോപികമാർക്ക് ആ തലത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. എത്തില്ല എന്ന് പറയുന്നില്ല, നമ്മൾ സാധന അത്രയ്ക്ക് ശക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ദാസ്യഭാവം, സാഖ്യഭാവം, വാത്സല്യഭാവം, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഭാവം സ്വീകരിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്കും ഭഗവത് സാക്ഷാത്കാരം കിട്ടും. ഭഗവാനെ ഇതേപോലെ തന്നെ ആരാധിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ പറയുന്നുണ്ട്, ഭാരതത്തിൽ പൊതുവെ പെൺകുട്ടികൾ 12-ാം വയസ്സോടെ വിവാഹിതരാകുമായിരുന്നു. ആൺകുട്ടികൾ 18 വയസ്സിന് മുൻപ് വിവാഹിതരാകുമായിരുന്നില്ല. അതിനാൽ അന്ന് 15-16 വയസ്സായിരുന്ന കൃഷ്ണൻ വിവാഹിതനായിരുന്നില്ല. എന്നിരുന്നാലും ഈ പെൺകുട്ടികളെ അവിടുന്ന് രാസനൃത്തത്തിന് ക്ഷണിച്ചു. കാരണം നമ്മൾ മുമ്പ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മിക പാതയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരബോധം പാടില്ല. ശരീരബോധം ഒരല്പമെങ്കിലും നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മളെ ഭക്തിയിൽ തടസ്സം നിൽക്കുന്നത് കാമവാസന. ഏറ്റവും ശക്തമായിട്ട് നമ്മളെ ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കാമവാസനയാണ്. അത് നമ്മൾ ഉപേക്ഷിക്കണം. അത് കാമവാസന എന്ന് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ളത് വരും. ശാരീരികമായിട്ട് വരാം, ഭൗതികമായിട്ട്, മറ്റ് സമ്പത്ത്, ഇതിനോടുള്ള അത്യാർത്തി, ഇതെല്ലാം വാസനകളാണ്. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഭഗവാനെ കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. അപ്പം നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ഇതിനോടൊക്കെ വിരക്തി കൈവരും. തീർച്ചയായിട്ടും അങ്ങനെ വിരക്തി കൈവരുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം നീങ്ങി നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. ആ ശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ ഭഗവാൻ വന്ന് ഇരിക്കുകയുള്ളൂ. അത് ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ജിഹ്വാദോ
സ്വയമേവ സ്ഫൂർത്തേഹ. അതായത് നമ്മളുടെ ഹൃദയം ശുദ്ധമാകുന്ന അവസരത്തിൽ ഭഗവാൻ വന്ന് വാസമർപ്പിക്കും. നമ്മൾ എങ്ങനെയാണ് ഒരു കണ്ണാടി പൊടി പിടിച്ച കണ്ണാടി വൃത്തിയാക്കുന്നത്, വൃത്തിയാക്കി കെട്ടിത്തിളങ്ങും. അതുപോലെ നമ്മളുടെ ഹൃദയം വെട്ടിത്തിളങ്ങണം. നമ്മളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി നമ്മൾക്ക് ഹൃദയശുദ്ധി കൈവരണം. ആ ഹൃദയശുദ്ധി കൈവരണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യുകയും വേണം. ഭക്തിയുടെ സേവനത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ പാപങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ വന്നിരുന്ന ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, വെളിവാക്കി തരും. അതാണ് സാക്ഷാത്കാര തലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ശരിയായിട്ടുള്ള സ്വരൂപസ്ഥിതി കൈവരിക്കാനും ആ സ്വരൂപസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പൊ അതാണ് ഗോപിനാഥ വിഗ്രഹം സൂചിപ്പിക്കുന്നത്. ഈ സംബന്ധ അഭിധേയ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് എവിടെ കിട്ടും? ലാസ്റ്റില് നമ്മളുടെ മരണസമയത്ത് നമുക്കത് ആ സ്വരൂപസ്ഥിതി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പരിശീലനം നടത്തുന്നതെല്ലാം. അന്തിമ നിമിഷത്തിൽ ഭഗവാന്റെ സ്മരണ നിലനിർത്താനും മരണശേഷം ആ സ്വരൂപസ്ഥിതി കൈവരിക്കാനും ഭഗവാന്റെ ഡയറക്റ്റ് ആയിട്ട് സേവനം ചെയ്യാനും നമുക്ക് സാധിക്കണം. അതിനാണ് ഗോപിനാഥ വിഗ്രഹം നമ്മളെ സഹായിക്കുന്നത്. എല്ലാ വൃന്ദാവന ലീലകൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് രാസലീല എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാനും തന്റെ ഏറ്റവും അടുത്ത ഭക്തരും മാത്രമാണ് അതിൽ ഉള്ളത്. അതിനാൽ ഗോപികമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട യജമാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് രാധ ഗോപിനാഥൻ എന്ന് പറയപ്പെടുന്നത്. അത് അപ്പൊ ഭഗവാനെ സേവനം ചെയ്ത് എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുക, ഇല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ഭഗവാനെ കിട്ടും. അതിൽ വലിയ നേട്ടം നമുക്ക് ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. ഭഗവാനെ നമുക്ക് കിട്ടുക, അതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആണ്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഗോപിനാഥ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പ്രഭു ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ്. ആ ഗോപിനാഥനായ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഗോപിനാഥനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷ്ണൻ തന്റെ മുരളികയുടെ മധുരനാദത്താൽ ഗോപികമാരെ ആകർഷിച്ചതുപോലെ ആ അതീന്ദ്രിയ ശബ്ദസ്പന്ദനത്താൽ വായനക്കാരുടെ മനസ്സുകളെയും ആകർഷിക്കട്ടെ എന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് പ്രാർത്ഥിക്കുന്നു. അവസാനം ഇതിന്റെ പഠിതാക്കൾക്കും വായനക്കാർക്കും ഒക്കെ അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. ആരിൽ കൂടെ? ഗോപിനാഥ വിഗ്രഹത്തിൽ കൂടെ. ഗോപിനാഥനോട് പറയുകയാണ്, ഈ ചൈതന്യ ചരിതാമൃതം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണം എന്ന്, എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഗോപിനാഥ വിഗ്രഹത്തിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ അനുഗ്രഹിക്കണം? എങ്ങനെയാണോ തന്റെ ഓടക്കുഴലൂതി ഗോപികമാരെ എല്ലാം വിളിച്ചു വരുത്തി ആനന്ദം അനുഭവിച്ചത്, അതേപോലെ നമ്മളെയും ഓടക്കുഴലിൽ കൂടി നമ്മളെയും വിളിച്ചു വരുത്തി പരിപൂർണമായിട്ട് ഈ ചൈതന്യ ചരിതാമൃതത്തിൽ മുഴുകി നമ്മളുടെ മനസ്സും ബുദ്ധിയും എല്ലാം ഇതിൽ സമർപ്പിക്കാനുള്ള അവസരം, അതിനുള്ള കഴിവും നൽകണമെന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എല്ലാ വായനക്കാരെയും, ഒരാളെയല്ല, ഈ ഗ്രന്ഥത്തിനോട് എല്ലാവർക്കും തന്നെ ആകർഷകത്വം ഉണ്ടാവണം. എല്ലാവരും ഈ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ താല്പര്യം കാണിക്കണം എന്ന്, അതിനുള്ള കഴിവ് ആർക്ക് കൊടുക്കണം? എല്ലാ പതിതാത്മാക്കൾക്കും കൊടുക്കണം. അതുകൊണ്ട് അങ്ങ് എല്ലാ പതിതാത്മാക്കളെയും അനുഗ്രഹിക്കണം എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഗോപിനാഥ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാം. ചൈതന്യ ചരിതാമൃതം നമ്മൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മളുടെ മനസ്സും ബുദ്ധിയും പരിപൂർണമായിട്ടും ഇതില് സമർപ്പിക്കാൻ നമ്മളെയും അനുഗ്രഹിക്കണമെന്ന് നമുക്കും ഗോപിനാഥ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. ഇന്ന് 10 മിനിറ്റേ ഉള്ളൂ. ഈ അവതാരിക എടുത്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവതാരിക വളരെ സിമ്പിളാണ്. എന്നാൽ കഴിയുന്ന തരത്തില് സിമ്പിളാക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് കടുത്തുപോയി എന്ന് തോന്നലുള്ളവരാരെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നില്ലയോ?
ഇത് പറയാം, കമന്റ് പറയാം. മനസ്സിലാവുന്നുണ്ട് മാതാജി, നന്നായി മനസ്സിലാവുന്നുണ്ട്. സംബന്ധ അതൊന്നുകൂടെ പറഞ്ഞു, സംബന്ധം അഭിധേയ അങ്ങനെയുള്ളതൊന്നുകൂടെ പറഞ്ഞുതരും. മാതാജി സ്പീഡായിരുന്നു. അതെയോ? ഞാൻ അറിയുന്നില്ല സ്പീഡിൽ പോകുന്നത്. സംബന്ധാഭിധേയ പ്രയോജന, ഇത് നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണെങ്കിലും പറയാം. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത ഭാഗവതത്തിലൊക്കെ ഇത് വരുന്നുണ്ട് ഇല്ലേ? നമ്മൾ പല പ്രാവശ്യം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഭക്തിമാർഗത്തിൽ വരുമ്പോൾ നമ്മൾ തിരുനാമം ജപിക്കും ഇല്ലേ? നാമം ജപിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ വരാം. നമ്മൾ ആരും തന്നെ പരിപൂർണ ശ്രദ്ധയോടെ ഒന്നും തിരുനാമം ജപിക്കില്ല ഇല്ലേ? ഇപ്പൊ എത്ര വർഷം ജപിച്ചത് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മന കൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ് കൃഷ്ണ, എങ്ങനെയാ മനസ്സിനെ ഞാൻ പിടിച്ചു നിർത്തും? അപ്പൊ അതിന് മറുപടി എന്താണ് പറയുന്നത് ഭഗവാന്? അഭ്യാസേനത് കൗന്ദേയ, നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ട് മനസ്സിനെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പൊ തിരുനാമം ജപിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കണം. അപ്പൊ ഈ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഇത് വിട്ട് വേറൊന്നിലേക്കും പോകരുത്. അതായത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാമം ജപിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലയോ രാധാറാണി, അല്ലയോ കൃഷ്ണ, ഞങ്ങളെ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടുത്തണമേ എന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഓരോ തവണ തിരുനാമം ജപിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. നമുക്ക് സേവനത്തിൽ ഉൾപ്പെടുത്തണമേ, സേവനത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാമ അപരാധത്തോടെയാണ് നമ്മളെല്ലാവരും തന്നെ നാമം ജപിക്കുന്നത്. മനസ്സ് എവിടെയൊക്കെ ഓടും. രാവിലെ എന്തൊക്കെയാണ് രാവിലെ അടുക്കളയിൽ തയ്യാറാക്കേണ്ടത്, ഇതൊക്കെയാവും നമ്മളുടെ ചിന്ത. ഇങ്ങനെ പോകുന്ന മനസ്സിനെ നമ്മൾക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ ആരോട് അപേക്ഷിക്കണം? മദനമോഹനോട് അപേക്ഷിക്കണം. നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും പരിപൂർണമായിട്ട് നാമജപത്തിൽ മുഴുകിക്കണം. അതാണ് സംബന്ധ പറയുന്നത്. അത് നമ്മൾ നാമം ജപിച്ച് നാവിൽ കൂടിയാണ് നമ്മളുടെ സേവനം തുടങ്ങുന്നത്. ഭഗവാന്റെ തിരുനാമം ജപിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും സേവനം ആരംഭിക്കുന്നത്. ആ സേവനത്തിനുള്ള അവസരം തരുന്നത് ആരാണ്? മദനമോഹനാണ്. അതുകൊണ്ടാണ് സംബന്ധ ഡേറ്റി ആയിട്ട് മദനമോഹനെ കണക്കാക്കുന്നത്. അപ്പൊ മദനമോഹനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാന് ആരാണ്, നമ്മൾ ആരാണ്, ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇല്ലേ? ഇതിലേക്ക് വന്നതിന് ശേഷമാണ്, ഭഗവത്ഗീത പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേവരെ നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പേര് പറയും ഇല്ലേ? ഇപ്പൊ നമ്മളത് പറയുമോ? ഇല്ല. നമ്മൾ ആരാന്ന് ചോദിച്ചാല് സ്പിരിറ്റ് സോൾ, നമ്മൾ ആത്മാവാണ് ഇല്ലേ? അതൊക്കെ നമ്മൾ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇല്ലേ? ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയായിരുന്നു നമുക്ക്. അതുകൊണ്ടാണ് ഒരു കൈയോ കാലോ ഇത്രയും മുറിയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല വേദന. ഇപ്പോഴോ എന്ത് വേദന വന്നാലും നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അതിനെ ഒന്നുമൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കും. കാരണം എന്താണ്? ഇത് ശരീരം നശിക്കുന്നതാണ്, നമ്മൾ ശരീരമല്ല എന്നുള്ള ബോധം നമുക്ക് വന്നു. നമ്മൾ ആത്മാവാണ്. ഈ ബോധം വന്നത് ആരുടെ സഹായം കൊണ്ടാണ്? മദനമോഹന്റെ സഹായം കൊണ്ടാണ് നമുക്കത് സാധിച്ചത്. അതുകൊണ്ടാണ് സംബന്ധ, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് മദനമോഹനിൽ കൂടിയാണ്. അതായത് തിരുനാമം ജപിച്ചിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് സംബന്ധ ഡേറ്റി രാധ മദനമോഹനാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വെറുതെ ജോലി ചെയ്യുമോ? ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത മാസം നമ്മൾ പോകുമോ? പോയാലും നമ്മൾ ശമ്പളം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇല്ലേ? നമുക്ക് എന്തിനും എന്ത് വേണം? പ്രതിഫലം വേണം ഇല്ലേ? അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ ബദ്ധാത്മാക്കൾക്ക്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. അപ്പൊ നമുക്ക് സംശയം വരാം, നമുക്ക് ഇങ്ങനെ നാമം ജപിക്കുന്നുണ്ട്, 16 മാല ജപിക്കണം, ഏകാദശിക്ക് 25, പിന്നെ ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം കിട്ടുക എന്ന് നമ്മൾ ചിന്തിക്കും. ആ ഗുണമാണ് ആര് തരുന്നത്? രാധ ഗോവിന്ദദേവ്ജി തരുന്നത്. അതായത് നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഭഗവാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ആ ബന്ധത്തിൽ കൂടിയാണ് നമ്മൾ ആരാണ് എന്നുള്ള ശരിക്കുള്ള ഒരു ബോധം നമുക്ക് കൈവരിക്കാൻ സാധിക്കുക. അപ്പം അതിനുള്ള അവസരം തരുന്നത്, ഭക്തിയുടെ സേവനത്തിന് അവസരം തരുന്നത് ഗോവിന്ദദേവ്ജിയാണ്. ആ ഭക്തിയുടെ സേവനത്തിൽ കൂടിയാണ് നമ്മൾ ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നത്.
ഇപ്പൊ നമ്മൾ ഇഷ്ടമുള്ള നമ്മളുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ ഇവരെയൊക്കെ എങ്ങനെയാ നമ്മൾ സ്നേഹിക്കുക? അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കും, ഇല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത്. അതുപോലെ നമ്മളും ഭഗവാന് ഇഷ്ടമാണ്, നമുക്ക് ഭഗവാനെ ഇഷ്ടമാണ്, ഭഗവാന് നമ്മളെയും ഇഷ്ടമാണ്, ഇല്ലേ? അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ തരുന്നുണ്ട്, ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളും ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, ഭഗവാന് സേവനം ചെയ്യുക. ഇതാണ് അഭിധേയ പറയുന്നത്. ആ ബന്ധം അപ്പം നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ, ആ ബന്ധം ഉറച്ചതാക്കാൻ നമുക്ക് സാധിക്കും. അഭിധേയയിൽ കൂടി ഭഗവാനെ സേവനം ചെയ്യുന്നതിലൂടെ ഭഗവാന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാകും, നമ്മൾക്കും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് മാറും. അതാണ് അഭിധേയ പറയുന്നത്. അതാണ് ഗോവിന്ദദേവ്ജി വിഗ്രഹം സൂചിപ്പിക്കുന്നത്. പിന്നീട് ഗോപീനാഥ വിഗ്രഹം. ഗോപീനാഥ വിഗ്രഹം അപ്പൊ നമുക്ക് പറഞ്ഞില്ലേ എന്താണ് പ്രയോജനം എന്ന് നമ്മൾ അന്വേഷിക്കും. ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടും? ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇതിന് തയ്യാറാകുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുന്ന ഗുരു എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോവില്ല ഗോലോകത്തിലെന്ന് പറഞ്ഞാല് അവിടെ നിർത്തുമല്ല, ഇല്ലേ? നമ്മളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഗോലോകം പോകാനുള്ള ആഗ്രഹത്തിലാണ്. അപ്പം പ്രയോജനം, അപ്പൊ ഈ സേവനം ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഭഗവത് സാക്ഷാത്കാരം കിട്ടും, ഭഗവാന്റെ പ്രേമഭക്തി കിട്ടി, ആ സ്വരൂപസ്ഥിതി കൈവരിക്കാം. ഭഗവാന്റെ നിത്യദാസരാണ് നമ്മള്. ജീവേര സ്വരൂപേര കൃഷ്ണേര നിത്യദാസ. ആ നിത്യദാസ എന്നുള്ള പദവി കൈവരിക്കാനാണ് ഗോപിനാഥ വിഗ്രഹം നമ്മളെ സഹായിക്കുന്നത്. അത് രാധയും കൃഷ്ണനും ഗോപികമാരും. അതാണ് രാസലീലയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവരെത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഭഗവാനെ ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അത് സാധിച്ചു രാസലീലയിലൂടെ. അവർക്ക് ഭഗവാനുമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ സാധിച്ചു. അപ്പൊ അതുപോലെ നമ്മൾക്കും സാധിക്കണം. ഭഗവാന് ഡയറക്റ്റ് ആയിട്ട് സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടണം. ഭഗവാനെ സന്തോഷിപ്പിക്കണം, ആ സന്തോഷം കണ്ട് നമ്മളും സന്തോഷിക്കണം. അതിനുള്ള അവസരം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള അവസരം കിട്ടുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് രാധ ഗോപിനാഥ വിഗ്രഹം. അതാണ് പ്രയോജനം. നമ്മളിങ്ങനെ സേവനം ചെയ്ത് കുറേ ഉടനടിയൊന്നും നടക്കില്ല. കുറേ എത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് നീങ്ങി വരും. നമ്മളുടെ ഹൃദയം ശുദ്ധമായി കൊണ്ടേയിരിക്കും. അത് ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല. അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കളയാതിരുന്നാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ, ഇന്ന തരത്തിൽ നിന്ന് ഭഗവാൻ പറയുന്നില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സേവനത്തിൽ ഏർപ്പെടുക, അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ സേവനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഹൃദയം ശുദ്ധമായി വരും. അങ്ങനെ ശുദ്ധമായ ഹൃദയത്തില് ഭഗവാൻ വന്ന് വാസമർപ്പിക്കും. അതാണ് ഞാൻ കണ്ണാടിയുടെ കാര്യം പറഞ്ഞത്. കണ്ണാടി ഉദാഹരണം പറയുമ്പോൾ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പൊടി പിടിച്ച കണ്ണാടി എങ്ങനെയാണോ നമ്മൾ തുടച്ചു മിനുക്കി പളപള വെട്ടിത്തിളങ്ങുന്നത്, അതുപോലെ നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഭഗവാൻ വന്ന് വസിക്കും. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വെളിവാക്കി തരും. ആ സ്ഥലത്തിൽ നമ്മൾ എത്തണം. അത് സേവനം കൊണ്ടേ സാധിക്കുകയുള്ളൂ, വേറെ ഒന്നുകൊണ്ടും സാധിക്കില്ല. ഭഗവാൻ ഭക്തിയുടെ സേവനം ചെയ്ത് നമുക്ക് ആ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതാണ് പ്രയോജനം. അപ്പോൾ നമ്മളുടെ മരണശേഷം നമുക്ക് ആ സ്വരൂപസ്ഥിതി, ഭഗവാന്റെ നിത്യദാസരെന്നുള്ള പോസ്റ്റ് നമുക്ക് കിട്ടും. അതാണ് പ്രയോജനം. മനസ്സിലായോ? ഇപ്പം സംബന്ധ, അഭിധേയ, പ്രയോജന. രാധ മദനമോഹൻ സംബന്ധ ഡെയിറ്റി, പിന്നെ രാധ ഗോവിന്ദദേവ അഭിധേയ ഡെയിറ്റി, പിന്നെ ഗോപിനാഥ പ്രയോജന. ഹരേ കൃഷ്ണ. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. നന്നായി മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. വളരെ വളരെ ഷാർപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടേണ്ട എല്ലാ ഭഗവത് കൃപയും ഇതിലൂടെ കിട്ടുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പെഷ്യൽ കരുണയാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും മുടങ്ങാതെ എല്ലാവരും വരിക, മുടക്കരുത്. നമുക്ക് 2 പ്രാവശ്യം മാതാജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. തടസ്സങ്ങൾ കൂടാതെ ഇത് മുൻപോട്ട് പോകുന്നതിലേക്ക് വേണ്ടി.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃപാ സിന്ധുപേവ ച പതിതാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഭാഗവത ഗംഗാ പ്രവാഹം വൈകുന്നേരം 8:30 എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ധന്യവാദം.